യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, അല്ലെങ്കിൽ എന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ആരാധനയിൽ കടന്നു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 6 പ്രധാന കാര്യങ്ങൾ. നമുക്കറിയാം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ആരാധനയിൽ അവർ ദൈവത്തോട് അവിശ്വസത കാണിച്ച മുഖാന്തരം അവരുടെ സ്ഥാനത്ത് നിന്നും അവരെ മാറ്റി. നമുക്കറിയാം അല്ലെ, ലൂസിഫറും കൂട്ടരും. എന്നാൽ ദൈവം നമ്മെ ഭൂമിയിൽ സൃഷ്ടിച്ചു. അതിന്റെ പ്രധാനമായ കാര്യം, പല വിഷയങ്ങളുണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു ഭക്തൻ പറഞ്ഞു, വി ആർ ബോൺ ടു വർഷിപ്പ് ആൻഡ് വി ആർ ബോൺ അഗൈൻ ടു വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ആരാധിക്കാനാണ്, നമ്മൾ വീണ്ടും ജനിച്ചത് ആരാധിക്കാനാണ്. സ്തോത്രം പറയാമോ? നമ്മൾ ആരാധനയിൽ വന്നില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ആരാധിക്കാം. പവർ വിഷൻ വീട്ടിൽ കണ്ടുകൊണ്ട് ആരാധിക്കാം. നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമാണ്, രോഗമാണ്, ഇവിടെ വരാൻ നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ അങ്ങനെ പവർ വിഷനിലോ മറ്റു ചാനലിലോ നിങ്ങൾക്ക് ആരാധന കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരാധന ആലയത്തിൽ നിങ്ങൾ വന്നേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആരാധനയോട് എതിർന്ന ഒരു പോരാട്ട ശക്തിയുണ്ട്, ഒരു അന്ധകാര ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദേശാധിപതികളുടെ ശക്തിയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ആരാധനയെ തകർക്കുവാൻ ശത്രു പരിശ്രമിക്കുമ്പോൾ ആരാധനയിലേക്ക് നിങ്ങളെ കടത്തി വിടാതിരിക്കുന്ന ഒരു ശത്രു കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരാധനയത്തിൽ ഞായറാഴ്ച ദിവസം രാവിലെ നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരാതെ വണ്ണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ആരാധന നിങ്ങൾ മുടക്കരുത്. സ്തോത്രം. ഓരാരാധനയെ നിങ്ങൾ മുടക്കുവാൻ പാടില്ല. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കർത്താവിന്റെ വരവ് അടുത്തിരു വരുന്നതുകൊണ്ട് നിങ്ങൾ അധികമായി അത് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ എന്റെ പ്രസംഗം കേട്ട് 0 മാർക്കിട്ടാൽ എനിക്ക് വിഷയമില്ല. പക്ഷെ ഈ ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ കടന്നു വന്ന് അടുത്ത ആഴ്ച മുതൽ ഒരു മീറ്റിംഗ് മുടക്കാതെ, ഒരാരാധനയെ മുടക്കാതിരുന്നാൽ മതി. എന്റെ പ്രസംഗത്തിന് നിങ്ങൾ മാർക്കിടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ശക്തമായി ഞാൻ പറയുന്നു, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എന്റെ വിഷയത്തിലുള്ള നിങ്ങൾ ആരാധന മുടക്കരുത്. എന്ത് കാരണവശാലും ആരോഗ്യമുണ്ടെങ്കിൽ, കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി. ഇന്ന് രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, മൂക്കിൽ ജീവശ്വാസമുണ്ടെങ്കിൽ, ജീവൻ തന്ന കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി ആക്കണം. ദൈവത്തിന് സ്തോത്രം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് കൂടെ വേണ്ടതെല്ലാം ദൈവം തരും. 1-ാം സ്ഥാനം ദൈവത്തിനും 1-ാം സ്ഥാനം ആരാധനയ്ക്ക് കൊടുത്തു നോക്ക്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരാതെ അവിടെ ഇവിടെയും കറങ്ങി നടന്നാലുണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അവിടെ കിട്ടുന്ന സമയം ആരാധന മുടക്കരുത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് ആരാധനയുള്ള ബന്ധം ആദ്യമായി കാണുന്നത്. അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. എന്താണ് ആരാധന? ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആരാധന എന്നുള്ള പദത്തിന് പ്രൊസ്കീനിയോ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം. നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുഞ്ഞ്, നായ്ക്കുട്ടി, നമ്മൾ 2 ആഴ്ചക്ക് വീട്ടിൽ നിന്ന് പോയ ശേഷം നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ പട്ടിക്കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമല്ലേ? സ്തോത്രം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആളാണ്. അപ്പോ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുഞ്ഞ് 2 ആഴ്ച നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന ശേഷം മടങ്ങി വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ കൂട്ടിൽ കിടക്കുന്ന പട്ടിക്കുഞ്ഞ് കൈയും കെട്ടി അറ്റൻഷനായിട്ട് നിൽക്കുമോ, അതോ നമ്മളെ കാണുന്ന കൂട് തല്ലി പൊളിച്ച് അതിൻ്റെ അകത്ത് കിടന്ന് ചാടുമോ, അതിൻ്റെ വാലിട്ട് അടിക്കുമോ, അത് നമ്മളെ നമ്മളെ കാണുമ്പോൾ സ്നേഹ ശബ്ദം പുറപ്പെടുവിക്കുമോ, എന്തോ ചെയ്യും?
നമ്മളെ കാണുന്ന ഉടനെ ഓ ആ പുള്ളി അതിലോടെങ്ങാനും പോട്ടെന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കുമോ പട്ടി? ഇല്ല. നമ്മളെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കും. ഭക്തൻ പറഞ്ഞത് ഇങ്ങനെ, നമുക്ക് ജീവൻ നൽകി, നമുക്ക് ഭക്ഷണം നൽകി, നമുക്ക് വെള്ളം നൽകി, നമ്മുടെ ജീവിതത്തിന് എല്ലാം നൽകുന്ന ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹപ്രകടനമാണ് ആരാധന. സ്തോത്രം. വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുഞ്ഞ് നമ്മളെ കാണുമ്പോൾ കൈയും കാലും ഇട്ടടിച്ച് ചാടിത്തുള്ളുമെങ്കിൽ നമുക്ക് ജീവനും ശ്വാസവും തന്ന് അനുദിന ജീവിതത്തിൽ ഭക്ഷണവും പാനീയവും വസ്ത്രം ആഹാരം പാർപ്പിടം എല്ലാം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരാധന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ പട്ടിക്കുഞ്ഞിന് അത്രയും കാര്യങ്ങളുടെ വിവരം ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി മോശമാണ് നമ്മൾ. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള സ്നേഹം നാം പ്രദർശിപ്പിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ജാതീയ ആരാധനയുടെ ആരംഭം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നാണ്. അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നത് സ്നേഹം കൊണ്ടാണോ? പേടിച്ച അല്ലേ? ദൈവം കോപിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഇന്ന ദൈവം കോപിക്കും, മറ്റേ ദൈവം കോപിക്കും, ആ ദൈവം കോപിക്കും. അതുകൊണ്ട് പേടിച്ച അവർ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ പേടിച്ചാണോ ദൈവത്തെ ആരാധിക്കുന്നത്? പേടി വേണം, അതൊരു വശം. പക്ഷെ നമ്മുടെ പ്രധാന കാര്യം നമ്മൾ പേടിച്ചല്ല ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സ്നേഹത്തിൽ നിന്നാണ്. സ്തോത്രം. സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ രാവിലെ ദൈവത്തെ ആരാധിക്കുന്നത്. നിത്യതയിൽ തേജസ്ഫുരിക്കുന്ന സിംഹാസനത്തിൽ വാണരുളിയ തൃത്വത്തിൽ രണ്ടാമനായ ഓമനകുമാരൻ സ്വർഗം വിട്ട് തേജസ് വിട്ട് മഹത്വം ഉരിഞ്ഞു വെച്ച് ഈ ഭൂമിയിൽ വന്ന് നമ്മെ പോലെ വേഷം കെട്ടി 33 തിരുവയസ്സുവരോടെ സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ച് പീലാത്തോസിനാൽ വിധിക്കപ്പെട്ട് മരിച്ച അരിമത്തെയ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന ആ സ്നേഹം ഇന്ന് രാവിലെ ഓർത്താൽ നാം ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. തന്റെ അവസാനത്തെ തുള്ളി രക്തവും കൽവറിയിൽ കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ മേശയിലൂടെ ഓർപ്പിച്ചു. യേശു തന്റെ അവസാന തുള്ളി രക്തം എനിക്ക് തന്ന നരകത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച സ്നേഹം ഓർക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എങ്ങനെ ആരാധിക്കണ്ടേ? കർത്താവേ, ഞാൻ പാപിയായിരുന്നു, ദോഷിയായിരുന്നു, ഞാൻ ആ നരകത്തിൽ കിടക്കേണ്ടത്. സ്തോത്രം. എന്നാൽ അതിൽ തന്നെ വലിച്ചെടുത്ത് നിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി വിശുദ്ധന്മാരുടെ അവകാശവും ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശവും തരുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നി. എന്നെ ദൈവ പൈതലാക്കി തീർത്തല്ലോ, വിശുദ്ധന്മാരുടെ അവകാശം തന്നല്ലോ. സ്തോത്രം. ഇന്ന് രാവിലെ ഈ ആരാധനയ്ക്ക് നമ്മളെല്ലാവരും വന്നിരിക്കാൻ കാരണം എന്നാ? സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. നമ്മളെല്ലാം വിവിധ കുടുംബങ്ങളിൽ ജനിച്ച്, വിവിധ ദേശങ്ങളിൽ ജനിച്ച്, വിവിധ അപ്പന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ച് നമ്മളെല്ലാവരോടും ഇന്ന് രാവിലെ ഒരുമിച്ച് ഹോളിനകത്തിരിക്കാൻ കാരണം എന്നാ? സ്തോത്രം. നമ്മെ സ്നേഹിച്ച ഒരുവൻ തന്റെ രക്തം ചിന്തി സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും അവൻ വിലയ്ക്ക് വാങ്ങിയ കൂട്ടത്തിൽ വെച്ചുച്ചിറ എന്ന കുഗ്രാമത്തിൽ താമസിച്ച് എന്നെയും അവൻ വിലയ്ക്ക് വാങ്ങി, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. കാഞ്ഞിരപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ വിശുദ്ധന്മാരുടെ പന്തിയിൽ കൊണ്ടുവന്നത് ഇതിന് അവകാശിയാക്കി തീർത്ത സ്നേഹം. ആ സ്നേഹം മാത്രം ഓർത്താൽ മതി ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് തന്റെ സ്വന്തം സ്ഥലമായ ഷിക്കാഗോയിലേക്ക് ആൽബനി എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ തന്റെ ശവശരീരം വഹിച്ചുകൊണ്ടുള്ള ശവമഞ്ചം വാഹനത്തിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇരുപുറങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ശവമഞ്ചെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി
കാത്തു നിൽക്കുക. കാര്യം അമേരിക്കയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. സ്തോത്രം. അപ്പോൾ ആ ശവമഞ്ചം പോയ കൂട്ടത്തിൽ ആ റോഡിൻ്റെ വശത്ത് ആഫ്രിക്കൻ അമേരിക്കക്കാരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ പ്രത്യേക കറുത്ത വർഗക്കാരിൽ ഒരു സഹോദരി 4 വയസ്സുള്ള തൻ്റെ ആൺകുഞ്ഞിനെ തോളിലെടുത്തിട്ട് ആ ശവമഞ്ചം കാണിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ നോക്ക്, എബ്രഹാം ലിങ്കൺ നിനക്ക് വേണ്ടി മരിച്ചു. അമേരിക്കയിലെ നീഗ്രോകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് എബ്രഹാം ലിങ്കൺ വെടിയേറ്റു മരിച്ചത്. അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ സഹോദരി തൻ്റെ 4 വയസ്സുള്ള ആൺകുഞ്ഞിനെ തോളിലെടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെ, ഹണി ഹാവ് എ ലോങ് ലുക്ക്, എബ്രഹാം ലിങ്കൺ ഡൈഡ് ഫോർ യു. എബ്രഹാം ലിങ്കൺ നിനക്ക് വേണ്ടി മരിച്ചു, നോക്ക്. ഇന്ന് രാവിലെ കാൽവറിയിലെ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് നിങ്ങളുടെ തലകളെ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നോക്ക്, യേശു നമുക്ക് വേണ്ടി മരിച്ചു. കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു മരിച്ചു. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. യേശു മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടി നിങ്ങൾ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആരാധിക്കുന്ന സ്തോത്രം. ആരാധന ആരും നിർബന്ധിച്ചിട്ടാണോ? അല്ല, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ആരാധന നിറഞ്ഞു കഴിയണം. സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ആരാധന ഉണ്ടാകും. സഹോദരൻ, നമ്മൾ പലപ്പോഴും, നിങ്ങളല്ല കേട്ടോ, പലപ്പോഴും വന്നിരുന്ന് കാലം വെച്ച കൈയും കൂട്ടിയിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഈ കഴിഞ്ഞ കോവിഡിന് എത്ര ലക്ഷം പോയെന്നറിയാമോ? ലോകത്തിലാകമാനം കഴിഞ്ഞ കോവിഡിന് 200 ലക്ഷം പേരാ ഒറ്റയടിക്ക് പോയത് ചില മാസങ്ങൾ കൊണ്ട്. മനസ്സിലായോ? 20 മില്യൺ ആളുകൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് പോയി. നമ്മളെന്താ പോകാഞ്ഞേ? ചിന്തിച്ചിട്ടുണ്ടോ? കോവിഡ് വന്നിട്ട് നമ്മളെന്നാ പോകാഞ്ഞേ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തെ ആരാധിക്കുന്ന ഒരു അവസരം കൂടെ കർത്താവ് തന്നതാണ്. കഴിഞ്ഞ കോവിഡിന് നമ്മളെ തട്ടിപ്പോകാതിരുന്നതിന്റെ കാരണം ഇന്ന് രാവിലെ ഇവിടെ വന്ന് വെറുതെ ഇരിക്കാനല്ല. ദൈവമേ, നീ എന്നെ വിടുവിച്ചല്ലോ, നീ എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരു ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് പോയിരുന്നപ്പോൾ ഒരു 95 വയസ്സിലും കാണും ഒരപ്പച്ചൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. കൂടുതലൊന്നും സാക്ഷ്യം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒത്തിരിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ എൻ്റെ മൂക്കിൽ പഞ്ഞി വെക്കാതെ ദൈവത്തെ ആരാധിക്കാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇന്ന് രാവിലെ നമ്മുടെ എന്തിനാ മൂക്കിൽ പഞ്ഞി വെക്കുന്നേ? നമ്മുടെ മൂക്കിൽ പഞ്ഞി വെക്കാതെ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തെ സ്തുതിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. യൗവന രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന് വേണ്ടി നിങ്ങളുടെ യൗവനം വലിച്ചെറി. സ്തോത്രം. എന്തിനായി ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടുന്നത്? ക്രിസ്തുവിനെ നേടുക, ആത്മാക്കളെ നേടുക. സ്തോത്രം. ക്രിസ്തുവിനെ നേടാൻ നോക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാനിങ്ങനെ പോയാൽ എൻ്റെ വിഷയത്തിലേക്ക് വരത്തില്ല. അപ്പം നിങ്ങൾ ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന 4 പ്രത്യേക കാര്യങ്ങൾ. 1, നമ്മൾ വായിച്ചു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു. അപ്പൊ എന്നാ വന്നേ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നാ സംഭവിച്ചത്? കർത്താവിനെ ക്രൂശിച്ചു. ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഒളിച്ച് എവിടെ ഇരിക്കുക? യഹൂദന്മാരെ പേടിച്ചിരിക്കുക. മുറിക്കകത്ത് വാതിൽ അടച്ചിരിക്കുക. വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു എന്ത് ചെയ്തു? യേശു വന്നു. എന്ന് വന്നു? ഞായറാഴ്ച രാവിലെ വന്നു. എപ്പം വന്നു? ആരാധന ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വന്നു. ഇന്ന് രാവിലെ എന്താ ദിവസം? ആത്മീയ ഭാഷയിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആരാധന ദിവസം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് ആര് വരും? സംശയമുണ്ടോ? വാതിലടച്ചിരിക്കെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ യേശു അകത്ത്
അകത്ത് വന്നു. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അടച്ചിരിക്കുന്ന വാതിൽ തുറക്കാൻ ആരുടെ അനുവാദമൊന്നും ദൈവത്തിന് വേണ്ട. ഏതടഞ്ഞിരിക്കുന്ന വാതിലും തുറക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്, തുറക്കാതെ തന്നെ അകത്ത് വരാൻ ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ, നന്മയുടെ വാതിൽ, ഏതെങ്കിലും പ്രശ്നങ്ങളാൽ അടഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ വാതിൽ, അത് തുറക്കാൻ ശക്തിയുള്ള ദൈവമാണ്. തുറന്നില്ലെങ്കിലും അകത്ത് വരാൻ ശക്തിയുള്ള ദൈവമാണ്. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിലുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ കടന്നു വരുമെന്ന് പറഞ്ഞ കർത്താവ് അക്ഷരികമായിട്ട് അല്ലെങ്കിൽ ആത്മീകമായി ഇന്ന് രാവിലെ ദൈവസഭയുടെ മധ്യത്തിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. അക്ഷോട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ യേശു അകത്ത് വന്നു. ഈ ഹോളിനകത്ത് ദൈവസാന്നിധ്യം നിങ്ങൾ അറിയുന്നുണ്ടോ? സ്തോത്രം. ഒന്നുകൂടെ, ഈ ഹോളിനകത്ത് കർത്താവ് വന്നിട്ടുണ്ട്. കാരണം അവന്റെ വാഗ്ദാനമാ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി എന്നവരുടെ മധ്യത്തിൽ അവൻ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ രോഗങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ അവൻ കടന്നു വരുന്ന ദൈവമാ. സ്തോത്രം. രാവിലെ ദൈവദാസൻ ഓർപ്പിച്ചു, യേശു വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്. യേശു വന്നാൽ അവിടെ വിടുതലുണ്ട്. യേശു വന്നാൽ അവിടെ രോഗസൗഖ്യമുണ്ട്. യേശു വന്നാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. യേശു വന്നാൽ സാഹചര്യം മാറും. ഇന്ന് രാവിലെ യേശു വന്നിട്ടുണ്ടോ? എന്തിനാ വന്നേ? ചുമ്മാ കാണാൻ വന്നാണോ? അല്ല, നമ്മുടെ സ്ഥിതി മാറ്റാനാവും വരുന്നത്. നമ്മുടെ ഭയം മാറ്റാനാ, നമ്മുടെ നിരാശ മാറ്റാനാ, നമ്മുടെ രോഗം മാറ്റാനാ, നമ്മുടെ അസമാധാനം മാറ്റാനാ, നമ്മെ ധൈര്യപ്പെടുത്താൻ യേശു ദൈവജനത്തിന്റെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിൽ അവൻ വരുന്ന ദൈവമാണ്. വാഗ്ദത്ത പ്രകാരം യേശുവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ഹാളിനകത്തുള്ളത് കൊണ്ട് അവൻ വന്നാൽ വെറുതെ മടങ്ങിപ്പോവുകയില്ല. അത്ഭുതത്തിന്റെ ദൈവം, അടയാളങ്ങളുടെ ദൈവം, വീര്യപ്രവർത്തികളുടെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റുവാൻ, നിന്റെ സഭയുടെ ചരിത്രം മാറ്റുവാൻ, നിന്റെ ശുശ്രൂഷയുടെ ചരിത്രം മാറ്റുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു വന്നു. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യാസം വരുന്നത് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എന്റെ കിരീടം പോയാൽ എനിക്ക് വിഷയമില്ല, പിന്നെ എന്റെ സിംഹാസനം പോയാലും എനിക്ക് വിഷയമില്ല, എന്റെ സമ്പത്ത് പോയാലും എനിക്ക് വിഷയമല്ല. പക്ഷെ ദാവീദ് പ്രാർത്ഥിച്ചെന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാ. രാജാവായിരുന്ന ദാവീദ് വിളിച്ചു പറഞ്ഞു, എന്റെ കിരീടം പോട്ട് വിഷയമില്ല, എന്റെ സൈന്യം പോട്ട് വിഷയമില്ല, എന്റെ പേരും മഹിമയും പോയിട്ട് വിഷയമില്ല, പക്ഷെ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. 6 ദിവസവും ജോലി, വേലി, പണി, പഠിത്തവും വീട്ടിലെ പ്രാരാബ്ദവും എല്ലാം കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നല്ലേ, ഒരല്പം ആശ്വാസം, ഒരു സന്തോഷം പ്രാപിക്കാനാണ് വരുന്നത്. അപ്പൊ എവിടെ കിട്ടും ഇത്? നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. സന്തോഷം വേണോ? ദൈവസന്നിധി വന്നാൽ മതി. ലലിയ ഞായറാഴ്ചയല്ല, എല്ലാ ദിവസവും മീറ്റിങ്ങിനും കൂട്ടായ്മയ്ക്കും വരണം. ഞാൻ എൻ്റെ പ്രസംഗ വിഷയം അതാ. ഞാൻ നിങ്ങളെ മറ്റു പല വിഷയങ്ങളും പറഞ്ഞ് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ എന്തോ ചെയ്യണം? ആരാധന മുടക്കരുത്, മീറ്റിങ്ങുകൾ മുടക്കരുത്. മീറ്റിംഗ് വന്നാൽ ഒന്നാമത് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ദൈവ സാന്നിധ്യം വന്നാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്ന്, യേശു വന്നു. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് എന്തോന്നറിയാമോ? യേശു വന്നു, നടുവിൽ നിന്നു. യേശു വന്നു, 1. 2, നടുവിൽ
നിന്നു. നിങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നും, യേശു വന്നു നടുവിൽ നിന്നു, എന്നാ കാര്യം? ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ യേശുവേ യഹൂദന്മാരും പീലാത്തോസും പാർട്ടി എല്ലാം കൂടെ പിടിച്ച് ഉപദ്രവിച്ച് ക്രൂശിച്ച് കൊന്ന അരിമത്യായ യോസേഫിന്റെ കല്ലറയിൽ അടക്കി അത് കണ്ടച്ച ആൾക്കാർ പിരിഞ്ഞു പോയത് മനസ്സിലാകുന്നുണ്ടോ? ശിഷ്യന്മാരുൾപ്പെടെയുള്ളവർ പിരിഞ്ഞു പോയത് യേശുവിനെ കല്ലറയിൽ അടക്കിയത് കണ്ടോണ്ടാ. ആ യേശു എന്തോ ചെയ്യുന്നത്? യേശു വന്നു നിന്നു. മരണത്തിന് അവനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ലോകത്തിന്റെ ഗവൺമെന്റിന് അവനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. കൈസറിന് അവനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. പീലാത്തോസിനവനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. യേശു നിന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തെയും പാതാളത്തെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് സകല ശക്തികളെയും, അന്ധകാര ശക്തികളെയും, പൈശാചിക ശക്തികളെയും, പ്രതിലോമ ശക്തികളെയും, റോമൻ സാമ്രാജ്യത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്ന യേശു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു നിന്നു. മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കൾ നോക്കി നിൽക്കെ യേശു നിന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ തുറന്നു കിടക്കുന്ന ഒരൊറ്റ കല്ലറയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലേ? നെപ്പോളിയന്റെ ശവകുടീരം പാരീസിലുണ്ട്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ അബിയിലെ ശ്മശാന ഭൂമിയിൽ ബ്രിട്ടീഷ് ഭരണമേധാവികളുടെ ശവശരീരങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ശവശരീരം ശക്തിസ്ഥലിലുണ്ട്. ഗാന്ധിജിയുടെ ശവശരീരം രാജ്ഘട്ടിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും എല്ലാം കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു നിന്നു. മരിച്ച ശേഷം നിന്നെ ഒരൊറ്റ വ്യക്തിയെ കാണിക്കാമോ? തീർന്നവരുടെ ചരിത്രം. എന്നാൽ മരിച്ച ശേഷം മരണത്തെയും പാതാളത്തെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് യേശു നിന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സേവിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൃപയിലേക്ക് വന്നത് എത്ര ഭാഗ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ധകാര ശക്തികൾ നമ്മെ തകർക്കുവാൻ കിടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ദൈവശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷൗഡ ഹംദ റൗഡ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നടുവിൽ നിന്നു. യേശു നടുവിൽ നിന്നു. യേശു ഒന്നും നടുവില്ല അല്ലേ? രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, പിന്നെ ഭൂമിയുടെ ഒത്ത നടുവിൽ, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ രോഗത്തിന്റെ നടുവിൽ അവൻ നിൽക്കുന്നവനാ. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടല്ല സാക്ഷ്യം. ഒരു പ്രാവശ്യം ക്യാൻസർ കണ്ടുപിടിക്കാൻ താമസിച്ചു പോയി. ഡോക്ടർമാർ അവധിയൊക്കെ പറഞ്ഞതാ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ദൈവകൃപയാൽ 3 പ്രാവശ്യം ക്യാൻസർ വന്നു. തട്ടിക്കൊണ്ട് പോകത്തേ ഉള്ളെന്ന് വാദിച്ചു. എന്നാൽ യേശു ജീവിക്കുന്നു. മരണത്തെയും പാതാളത്തെയും ആയുധവർഗം വെപ്പിച്ച അവന്റെ പിന്നാലെ യാത്ര തിരിക്കുന്ന ദൈവമൈതലേ. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ ജീവൻ ഡോക്ടറുടെ കയ്യിലാണ്. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ജീവൻ മരുന്നിന്റെ ആണ്. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ജീവൻ ഏതെങ്കിലും നേഴ്സിന്റെ കയ്യിലാണ്. അല്ലെന്നേ, നമ്മുടെ ജീവനും ശ്വാസവും എല്ലാം, നമ്മുടെ ജീവനും ശ്വാസവും എല്ലാം അവന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ഷൗഡല ഹംദന ദീദല ബൗഷല റൗഡല ഹംദന റജല ബൗഷല ഔഡല റൗഡല ഹംദന റജല റൗഡല ഹക്ഷല ബൗഡ ദീവ ബൗഡ ഹംദന റവര വടവല ബൗഷല ബൗഡ കലവാര ബടംബല ബൗഡ ബടവഷ. ഒരു രോഗം വരുമ്പോഴേ, ഒരു അസുഖം വരുമ്പോഴേ തളർന്നു പോലെ ഞാനിപ്പോ തട്ടിപ്പോകുന്നത് ചിന്തിക്കല്ലേ. തമ്പുരാൻ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒത്തിരി പോകാനുണ്ട്. ദൈവത്തിന്റെ സമയമാണെങ്കിൽ ദൈവം അങ്ങ് വിളിക്കും. പക്ഷെങ്കിൽ ശത്രു നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കുകയല്ല. സ്തോത്രം. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന പറഞ്ഞേ ഓരായുധവും ഫലിക്കത്തില്ല, ഓരായുധവും ഫലിക്കത്തില്ല, ഓരായുധവും ഫലിക്കത്തില്ല. ഇന്ന് രാവിലെ ആരാധന തുടങ്ങിയപ്പോൾ തുടങ്ങിയ ആയുധം ഉണ്ടല്ലോ, ഇന്ന് വരെ ഫലിക്കാതെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം.
ദീദലാ ബൗഷാരകല ഹംദലാ റിദാലാ ബൗഷാരാബ അബ്ദലാ റിദാലാ ബൗഷാരാബ ഹംദാരകാല ബൗഷ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ജോലിക്കെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല, ഫലിക്കയില്ല, ഫലിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു വന്നു, യേശു നിന്നു. സ്തോത്രം, സ്തോത്രം. അവൻ നടുവിൽ നിന്നു. That shows the power of God. ദൈവത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. ദൈവശക്തി. ആരാധനയ്ക്ക് വന്നെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്നു? ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. 2, ദൈവശക്തി നഷ്ടപ്പെടുന്നു. മനസ്സിലായോ? ആരാധനയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്നാലേ എന്താ സംഭവിക്കുന്നത് അറിയാമോ? പറ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു, ദൈവശക്തി നഷ്ടപ്പെടുന്നു. സ്തോത്രം. ഇത് ശക്തിയുടെ ഇരിപ്പിടമാണ്. സഭ ആരംഭിച്ചത് മാളിക മുറിയില. സ്തോത്രം. ഈ ശക്തിയുടെ പേര് ഡുനാമിസ് എന്ന, ഡൈനാമിറ്റ്, പരിശുദ്ധാത്മ ശക്തി. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ശക്തി. സ്തോത്രം. ഇത് നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വന്നു, യേശു നിന്നു. യേശുവിന്റെ ശക്തിയുടെ വ്യവഹാരം ആരാധനയിൽ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവദാസന്മാരും വിശ്വാസികളൊക്കെ എഴുന്നേക്കാൻ വയ്യാതെ താങ്ങി തളർന്നൊക്കെയാ ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ പ്രസംഗപീഠത്തിലൊക്കെ കയറി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ആള് മാറുന്നവരാന്നെ കണ്ടിട്ടുണ്ടോ? എഴുന്നേക്കാൻ വയ്യാതെ പാവം പിടിച്ച ദൈവദാസന്മാര് ഇങ്ങനെ വിറച്ചോണ്ടാ സ്റ്റേജിലോട്ട് കയറി വരുന്നേ. പ്രസംഗപീഠത്തിൽ നിന്ന് കഴിയുമ്പോൾ സിംഹത്തെ പോലെ ചാടുന്നത് കണ്ടിട്ടുണ്ടോ? കാര്യം എന്നറിയോ? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും മൺകൂടാരത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. ദൈവത്തിന് സ്തോത്രം. യേശു വന്നു, നിന്നു. അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. ആരാധനയ്ക്ക് വന്നെങ്കിൽ മൂന്നാമത് നിങ്ങൾ നഷ്ടപ്പെടുന്ന വിഷയം സമാധാനം. നിങ്ങൾക്ക് സമാധാനം. ആരാ പറഞ്ഞേ? കർത്താവ്. എന്നാ പറഞ്ഞേ? ആഴ്ചയുടെ ദിനം 1-ാം നാൾ എന്ന് പറഞ്ഞ ഞായറാഴ്ച ദിവസം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. ആരാധനയ്ക്ക് വന്നില്ല എന്തോ നഷ്ടപ്പെടും? സമാധാനം നഷ്ടപ്പെടും. ഈ നേതാക്കന്മാർക്ക് സമാധാനമില്ല, ലോകത്തിലെ സമാധാനമില്ല, പല കുടുംബങ്ങളിൽ സമാധാനമില്ല. നിൽക്കുന്ന നിപ്പി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്താ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സമാധാനമില്ല. സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ സമാധാനമില്ല. എവിടെ സമാധാനം കിട്ടും? ആരാധനയ്ക്ക് വന്നാൽ മതി. കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയോ വലുതോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് മാറണ എന്തോ ചെയ്യണം? സ്തോത്രം പറഞ്ഞില്ലേ? സമാധാനം. ആരാധനയ്ക്ക് വന്നു നിനക്ക് സമാധാനം വേണേ. പച്ച മലയാളത്തിൽ ഞാൻ പറയാം. ദൈവത്തെ വിളിക്കാത്ത കാലത്തോളം, ആരാധനയ്ക്ക് വരാത്ത കാലത്തോളം എന്തൊക്കെ ചെയ്താലും നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടത്തില്ല. ഡോക്ടറെ കണ്ടാലും മനഃശാസ്ത്രജ്ഞനെ കണ്ടാലും ആരെ കണ്ടാലും സമാധാനം കിട്ടത്തില്ല. യേശുവിന്റെ പാദപിടത്തിൽ വാ, നിനക്ക് സമാധാനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനാ പറയുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം. ഈ തലച്ചോറിന്റെ അകത്തിന്, ബുദ്ധിമണ്ഡലത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമാധാനം ഉണ്ട്. അതാ പറയുന്നത് സകല ബുദ്ധിയും കവിയുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. ദൈവത്തിന് സ്തോത്രം. സമാധാനം വാഴുമെന്ന്. നിങ്ങൾക്ക് സമാധാനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ മാലാഖമാര് വിളിച്ചു പറഞ്ഞു, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം ദൈവസന്നിധിയിൽ കടന്നു വരിക, ആരാധിക്കുക. ദൈവസന്നിധിയിൽ കടന്നു വരിക, ആരാധിക്കുക. സമാധാനം വേണോ? വീട്ടിൽ ഇരുന്ന സമാധാനം കിട്ടത്തില്ല. ആരാധനയ്ക്ക് വാ, പാട്ടുപാട്, സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ ലോകമനുഷ്യൻ സമാധാനത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? വെള്ളം അടിക്കും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തുവാ, MDMA, കഞ്ചാവ്, ചരസ്, ഏറെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടല്ലേ. സമാധാനം. വെള്ളം അടിച്ചാൽ സമാധാനം കിട്ടുമോ? ഉള്ള സമാധാനം അവിടെ പോത്തേ ഉള്ളൂ.
കഞ്ചാവ് അടിച്ചാൽ സമാധാനം കിട്ടുമോ? ഉള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് സമാധാനം തരികയില്ല. എവിടെ സമാധാനം കിട്ടും? കർത്താവിൻ്റെ പാദപീഠത്തിൽ ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നാലേ എനിക്ക് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക. ആത്മാവിൻ്റെ ഫലങ്ങളുടെ എണ്ണം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് ആത്മാവിൻ്റെ ഫലമാ. ലോകത്തിൽ ഒരിടത്ത് പോയാൽ കിട്ടത്തില്ല. ആത്മാവിൻ്റെ ഫലമായി എവിടെ കിട്ടും? ആരാധനയെ കിട്ടും. യോഗത്തിന് വന്നാൽ കിട്ടും. അപ്പം ആരാധനയ്ക്ക് ഞാൻ പെട്ടെന്ന് നിർത്താം. ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ യു മിസ് ദ പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടും. ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ രണ്ടാമത്തെ ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെടും. 3, ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഉള്ള സമാധാനം മുഴുവൻ പോകും. വരാമോ യോഗത്തിന് മുടക്കാതെ? ആരും മിണ്ടുന്നില്ല. അത് നിങ്ങളുടെ പാഷന്മാരാ കാര്യം കൈകാര്യം ചെയ്തോളൂ. 20-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. നിർത്തുക, വിഷമിക്കണ്ട. 20-ാം വാക്യം. ബാക്കി വായിച്ചു. അടുത്തത്, കർത്താവിനെ കണ്ടപ്പോൾ എന്തോ ഉണ്ടായി? സന്തോഷമുണ്ടായി. സമാധാനം കഴിഞ്ഞ് എന്തോ വേണം? സന്തോഷം വേണം. ഈ ലോകത്തിന്റെ പുറകെ പോയാൽ കൊടിയും പിടിച്ചുകൊണ്ട് പോയ സന്തോഷം കിട്ടുമോ? വെള്ളമടിച്ച സന്തോഷം കിട്ടുമോ? എവിടെ കിട്ടും നിത്യമായ സന്തോഷം? അവനെ കണ്ടപ്പോഴവർ സന്തോഷിച്ചു. ആരാധനയ്ക്ക് വാ, സന്തോഷം കിട്ടും. ദൈവത്തെ വിളിക്കാൻ വാ, സന്തോഷം കിട്ടും. യോഗം മുടക്കാതെ വാ, പ്രാർത്ഥന മുടക്കാതെ വാ. വേറെ എവിടെ പോയാലും നിന്റെ സന്തോഷം പോത്തേ ഉള്ളൂ. അല്ലെ കിട്ടുന്ന സന്തോഷമൊക്കെ താൽക്കാലികമാ. നിലനിൽക്കുന്ന സന്തോഷം ദൈവസന്നിധിയിൽ മാത്രമാ. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. പൂർണ്ണ സന്തോഷം വേണോ? എന്ത് ചെയ്യണം? എന്തോ പറ. ആരാധനയ്ക്ക് വേണം. ഇല്ലേലിയ സ്തോത്രം. ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും മുടക്കാതെ നിങ്ങൾ കടന്നു വന്നാൽ ദൈവസന്നിധിയിലുള്ള സന്തോഷം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. ആരാധനയ്ക്ക് വന്നാൽ എന്തോ കിട്ടും? ദൈവസന്നിധി വന്നാൽ എന്തോ കിട്ടും? അറിഞ്ഞില്ല. അപ്പൊ ചൂട് പോരാ, പരിശുദ്ധാത്മാവിനെ കിട്ടും. ആരാധനയ്ക്ക് വന്നാൽ പരിശുദ്ധാത്മാവിനെ എന്നറിയാം. ഈ ലോക ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് വിടാതെ വിശ്വാസ ജീവിതം തകർക്കാനും ദൈവത്തിൽ നമ്മെ അകറ്റുവാനും കൂട്ടായ്മയിൽ നമ്മെ അകറ്റുവാനും ദൈവ സ്നേഹത്തിൽ നമ്മെ അകറ്റാനും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ശക്തിയുണ്ട്. 2 ശക്തിയാ ലോകത്തിൽ ഒരുപോലെ വ്യാപരിക്കുന്നത്. സ്തോത്രം. അപ്പൻ്റെ അമ്മയുടെയും കഴുത്തറക്കാൻ ഒരു ശക്തി, വേറെ മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അവനിൽ ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ വലിയ പുള്ളിക്കാരനെ സേവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ? എന്തോ അവിടെ സേവിക്കുന്ന കണ്ടുപിടിക്കുന്ന. ഈയിടെ ഒരു ചെറുക്കൻ്റെ റൂമിൽ നിന്ന് കണ്ടുപിടിച്ച എന്തൊക്കെയാ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോ? ചെറുപ്പക്കാരെന്ന് പറഞ്ഞേ എന്ത് പറയുന്ന പയ്യൻ്റെ മറന്നു. അവൻ്റെ റൂമിൽ നിന്ന് എന്തൊക്കെയാ കണ്ടുപിടിച്ച? സാത്താൻ സേവ. എന്തിന്റെ ശക്തിക്കാ? വല്ലവനെ കൊല്ലാൻ, കഴുത്തറക്കാൻ, അപ്പൻ്റെ അമ്മയുടെയും കഴുത്തറക്കാൻ, മറ്റോനെ കൊല്ലാൻ. അതൊരു ശക്തിയാ കേട്ടോ. അതൊരു ശക്തിയാ. ഇന്ന് നിങ്ങൾ പ്രാപിക്കേണ്ട ശക്തി ജീവിപ്പിക്കുന്ന ശക്തിയാ. ജീവിപ്പിക്കുന്ന ശക്തി, രക്ഷിക്കുന്ന ശക്തി, ദൈവകൃപ പകരുന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആരാധനയ്ക്ക് വാ, ദൈവശക്തി പ്രാപിക്കും. ചുമ്മാ അവിടെ ഇവിടെ കറങ്ങി നിങ്ങൾ പോകുന്നല്ല. പോകുന്നുണ്ടെങ്കിൽ ആരാധന കളഞ്ഞേച്ച് മറ്റു പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വാ, ദൈവകൃപ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ പാഷന്മാരോട് പറ, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഉപവാസ പ്രാർത്ഥന വെക്ക, കാത്തിരിപ്പ് യോഗം വെക്കാൻ പറ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാത്തിരിപ്പ് യോഗം, ഉപവാസ പ്രാർത്ഥനയും പെന്തക്കോസ്തിലേക്ക് മടങ്ങി വരട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ വഴിപിടിച്ചു പോകാതെ ആത്മശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അവരെ ശക്തരാകട്ടെ. അവര് പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ നിറയട്ടെ. നശിച്ചു പോകുന്ന കോടാനുകോടി യുവജനങ്ങളെ കർത്താവിന് വേണ്ടി വലിച്ചെടുക്കുവാൻ ധീരയോദ്ധാക്കന്മാരായി ദൈവം അവരെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ചെറുപ്പക്കാരോട് വലിയ സ്നേഹമാണ്. ഞാൻ ശുശ്രൂഷയിലെ എല്ലാ സൗകര്യങ്ങളും ചെറുപ്പക്കാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ലക്ഷ്യമാണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നേൽ ഞാൻ തോർമാനമായിട്ട് വന്ന് വിട്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞേനെ. മോനെ, ഇതെല്ലാം നഷ്ടമാണ്. ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നൊന്നും പ്രയോജനമില്ല. കർത്താവിൻ്റെ പിന്നാലെ പോക്കൂ. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു ദൈവദാസനാണ്. അതോടെ പറഞ്ഞ് നിർത്താം. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ക്രിക്കറ്ററായിരുന്നു അദ്ദേഹം. 2 മിനിറ്റ്
നിർത്തുക. സമ്മതിച്ചോ? നിങ്ങൾ വീണ്ടും നിലനിർത്തുക. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഓൾറൗണ്ടർ സിറ്റി സ്റ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മരിച്ചുപോയി. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരുവനായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നിരാശയിലേക്ക് നീങ്ങി. അധികം താമസിയാതെ അദ്ദേഹം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവ പൈതലായി തീർന്നു. തുടർന്ന് അദ്ദേഹം ചെയ്തത് തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക 3 ഭൂഖണ്ഡങ്ങളിൽ തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു. ഇംഗ്ലണ്ടിലെ പത്ര റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിയായി കോടിക്കണക്കിന് രൂപ വെറുതെ വലിച്ചെറിയുന്നത്? അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന കാണിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനാണ്. ദർ ഈസ് ഓൺലി വൺ ലൈഫ് ആൻഡ് ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ജീവിതം. ചെറുപ്പക്കാരെല്ലാം കേട്ടണം, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഒരേ ഒരു ജീവിതം, അത് വേഗം തീരും. നാളെ എന്താ സംഭവിക്കുക നമുക്കറിയത്തില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിത്യതയിൽ നിലനിൽക്കും. ഒരേ ഒരു ജീവിതം, അത് വേഗം തീരും. കർത്താവിന് വേണ്ടി ചെയ്യുന്നതും മാത്രം നിത്യതയിൽ നിലനിൽക്കും. സമയം വെച്ച ദൈവദാസനും സെൻറ്ററിനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.